കേണൽ ഡെന്നി, ബൊഫോഴ്സിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ലായിരുന്നു ഈ ചർച്ചയിലേക്ക് വരുമ്പോഴത്തേക്ക്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാനും ഡൽഹിയിലെ ജിഷ്ണു കൃഷ്ണനും ക്യാമറമാൻ ഉണ്ണി കെ വാര്യരും കൂടി ഇങ്ങനെ യാത്ര ചെയ്തിരുന്നു ഈ പറഞ്ഞ മേഖലകളിലൊക്കെ കൂടി. എവിടെ നിന്ന് എങ്ങോട്ടേക്കൊന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ പിന്നിലൂടെ അന്നത്തെ ലൈവൊക്കെ കണ്ട് പ്രധാനമന്ത്രി വന്നിട്ട് ഈ പറഞ്ഞ US-ൻ്റെ ചില ഇടപെടലുണ്ടല്ലോ, ഇടത്തേക്കെയും വലത്തേക്കെയോ, അതിന് വ്യക്തമായ മറുപടി പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ആദ്യം ANI അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആരും വേണ്ട, 2-3 കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഒന്ന്, ഇടനിലക്കാർ വേണ്ട. 2, ചർച്ച ഒറ്റ കാര്യത്തിൽ മാത്രം, അതെപ്പോൾ ഇങ്ങ് തിരിച്ചു തരും പാക് ഓക്യുപൈഡ് ജമ്മു കശ്മീർ. 3, വെള്ളം വേറെ, മറ്റേ എക്സ്പോർട്ട് നിർത്തിയാൽ വെള്ളം അങ്ങോട്ട് തരാം. ആ നദി കടന്നാണ് സാർ ഞങ്ങൾ പോയത്. പഠാൻകോട്ടിൽ നിന്ന് ജമ്മുവിലേക്ക് കയറിയത് രാവി നദി കടന്നാണ്. ആ ജലബോംബെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു പാകിസ്ഥാൻ സെനറ്റർ വിലപിക്കുന്നുണ്ടായിരുന്നു. ആ ജലബോംബ് ഞങ്ങൾ കണ്ടു. ആ പാലത്തിനപ്പുറത്തേക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഭാരതപ്പുഴ, മഴയില്ലാത്ത സമയത്ത് ഭാരതപ്പുഴ പോലെയാണ് കിടക്കുക, അങ്ങനെ വറ്റി വരണ്ട, അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല, ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ബൊഫോഴ്സ് ഒട്ടും മോശമല്ല സർ. കാർഗിൽ യുദ്ധകാലത്ത് നമ്മുടെ നയിച്ചത് ബൊഫോഴ്സാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷ്വൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ പിന്നിൽ കൂടി നിരനിരയായി നീങ്ങുന്നുണ്ടായിരുന്നു ബൊഫോഴ്സ്. അത് നമുക്ക് പേടിക്കേണ്ടി വന്നില്ല. കേണൽ ഡെന്നി, ബൊഫോഴ്സിനെ ആരും കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. ഇടപാടിനെ കുറിച്ചല്ലേ ചോദ്യങ്ങൾ ഉയർന്നത്. ആ ചോദ്യം ഉയർന്നത് പാളയത്തിൽ നിന്നല്ലേ അല്ലേ? ആരോപണം ആദ്യം ഉന്നയിച്ചത് വലങ്കയായിരുന്ന VP സിംഗ് തന്നെയല്ലേ? കേണൽ ഡെന്നി. തീർച്ചയായിട്ടും പ്രദീപ്, ബൊഫോഴ്സിനെ കുറിച്ചോ ബൊഫോഴ്സിന്റെ കാപ്പബിലിറ്റിയെ കുറിച്ചോ ആർക്കും ഒരു സംശയം അന്നുമില്ലായിരുന്നു. കാർഗിൽ യുദ്ധ സമയത്തും ഇല്ലായിരുന്നു, ഇന്നുമില്ല. അതിനകത്ത് യാതൊരു സംശയമില്ല. അതൊരു ഹൈലി കാപ്പബിൾ ആയിട്ടുള്ള ഒരു പീരങ്കി തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ അതിനെക്കുറിച്ച് അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ശ്രീ പ്രദീപ് പറഞ്ഞ പോലെ VP സിംഗ് ആണ് അത് കൊണ്ടുവന്നത്. അത് നമ്മുടെ പഴയ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ രാജീവ് ഗാന്ധിക്ക് വലിയൊരു വില കൊടുക്കേണ്ടിയും വന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അഴിമതി നടന്നു എന്നുള്ളത് അവരുടെ തന്നെ ഭാഗത്ത് നിന്ന് വന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ അത് ചെയ്ത് എന്താന്ന് വെച്ചാൽ ഒരു ഡാമേജ്, അത് പ്രൊഫസർ റോണി സാറിന് അറിയാമായിരിക്കും. അത് ചെയ്തൊരു ഡാമേജ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ UPA സർക്കാരുണ്ട്, അതിനകത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ AK ആന്റണി സാർ ആയിരുന്നു, അദ്ദേഹമായിരുന്നു നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ. ഇത്രയും അഴിമതി നടക്കുന്നുണ്ട്. ശ്രീ AK ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അദ്ദേഹം ഒരു ഡിസിഷനും എടുക്കാൻ തയ്യാറായില്ല. അത് അദ്ദേഹത്തിന്റെ തന്നെ പല ഫ്ലോർ ഓഫ് ദി ഹൗസിലും പറഞ്ഞിട്ടുണ്ട്. അതെ, ജനറൽ VK സിംഗ് സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പോയി പറഞ്ഞു, അതായത് എനിക്ക് ഓഫറുകൾ തരാൻ വേണ്ടി ആളുകൾ വന്നു എന്ന് ഞാൻ ചെന്ന് ശ്രീ AK ആന്റണി അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം തലയിൽ കൈവച്ച് എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ഉദ്ദേശം ഫൈൻ, കറപ്ഷൻ പാടില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ വേറൊരു കാര്യം വെച്ചാൽ അത്രയും തന്നെ നമ്മൾ ഒരു ഡീൽ സൈൻ ചെയ്യാത്തതുകൊണ്ട് അത്രയും തന്നെ നമ്മൾ ബാക്കിലോട്ട് പോയി. ഇപ്പൊ ഇന്ന് നമുക്കൊരു കാപ്പബിലിറ്റി വേണമെങ്കിൽ അത് 10 വർഷം മുമ്പ് സൈൻ ചെയ്താൽ മാത്രമേ ഇന്ന് നമുക്ക് കിട്ടൂ. അത് ഇന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കുകയാണ്, നമുക്ക് റഫാലിന്റെ ഒരു സ്ക്വാഡൻ കൂടെ വേണം, അത് 10 വർഷം കഴിഞ്ഞേ വരത്തുള്ളൂ. അവിടാണ് റഫാലിന്റെ 2015-16 എടുത്ത തീരുമാനം കൊണ്ടാണ്, അത് ഇന്റർ ഗവൺമെന്റൽ ഡീലായിരുന്നു. അതായത് പ്രൈം മിനിസ്റ്റർ മോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് തമ്മിൽ നേരിട്ട് സംസാരിച്ച് കൊണ്ടുവന്ന ഡീലായതുകൊണ്ടാണ് നമുക്ക് ഇന്ന് പഹൽഗാം കഴിഞ്ഞിട്ട് നമുക്ക് ആ റഫാൽ ഉപയോഗിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. S-400, നമ്മുടെ സുദർശൻ ചക്ര എന്ന് പറഞ്ഞത്, സുദർശൻ ചക്ര എന്ന് പറഞ്ഞ ആ S-400 വാങ്ങിക്കാൻ വേണ്ടി ശ്രീ AK ആന്റണി എടുത്ത് പറഞ്ഞപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു രാഹുൽ കൻവർ എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടറാണ് ശ്രീ AK ആന്റണി എടുത്ത് ചോദിക്കുന്നത് S-400 നമ്മൾ എന്തുകൊണ്ട് വാങ്ങിക്കുന്നില്ല. അപ്പൊ ശ്രീ AK ആന്റണി അന്ന് പറയുകയാണ്, നമുക്ക് അതിനുള്ള ഫണ്ടില്ല, ഈ ബഡ്ജറ്റിൽ നമുക്ക് പൈസ ഇല്ല, അടുത്ത പ്രാവശ്യം നോക്കാന്ന്. അതുകൊണ്ട് എന്ത് പറ്റി, അത്രയും ഡിലേ ആയി. നമ്മൾ 2014-15 പീരീഡിലാണ് S-400 5 ബാറ്ററീസ് വേണം എന്ന് നമ്മൾ തീരുമാനമെടുക്കുകയും അതിന്റെ 3 എണ്ണം വന്നുകൊണ്ടാണ് നമുക്ക് ഇന്ന് പാകിസ്ഥാനിൽ നിന്ന് ഈ ഒരു രീതിയിലേക്കുള്ള ഡ്രോൺസും അവരുടെ മിസൈൽസ് ഒക്കെ വരുമ്പോൾ നമുക്ക് തടയാൻ സാധിച്ചത്. അപ്പൊ പറഞ്ഞു വന്നത്, ഒരു പോളിസി പാരലിസിസ്, കറപ്ഷന്റെ പേരിൽ ഒരു പേടി, അത് കാരണം ഒരു ഡിസിഷൻ എടുക്കാതിരുന്നുണ്ട് നമ്മുടെ സായുധ സേനയ്ക്ക് വേണ്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു 10 വർഷം 20 വർഷം ബാക്കിലോട്ട് പോയി. അതൊരു വാസ്തവമാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ നേരത്തെ ശ്രീ പ്രൊഫസർ റോണി പറഞ്ഞത് FATF ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാൻ ആക്കിയത് 2018-ലാണ്. UPA പീരീഡിലല്ല, 2018-ലാണ് നമ്മൾ ഗ്രേ ലിസ്റ്റിലാക്കിയത്. 2022-ലാണ് അവർ വീണ്ടും തിരിച്ചു വന്നത്. അതായത് അവർ 27 ഇത് കൊടുത്തിരുന്നു, 27 പാരാമീറ്റേഴ്സ് ഫോളോ ചെയ്യണമെന്ന്. അത് 4 വർഷം കൊണ്ട് അവർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 2022-ലാണ് അവരെ കൊണ്ടു. അപ്പൊ 2018-ലാണ് 2008 മുംബൈ അറ്റാക്ക് നടന്നിട്ട് 2018 മാത്രമേ നമുക്ക് അവരെ ഗ്രേ ലിസ്റ്റിലോട്ട് ഉണ്ട്. അത് 2014 തൊട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് 2018 പോയി ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മോസിന്റെ ഡീൽ
എനിക്കൊന്ന് നമ്മുടെ അബ്ദുൽ കലാം സാർ ആയിരുന്നു ആദ്യം സൈൻ ചെയ്തത് 1998 അത് കഴിഞ്ഞിട്ട് NDA സർക്കാർ അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്താണ് അതിനൊരു ജോയിന്റ് വെക്ചറായിട്ട് ഫുൾ സ്കെയിലിൽ ചെയ്യണം എന്നുള്ള രീതിയിലേക്കുള്ള പുഷ് കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മളെ മുന്നിലുള്ള വസ്തുതയുടെ പേരിലാണ്. ദർ വാസ് ആ ഒരു പീരീഡിൽ കഴിഞ്ഞ ഒരു ലാസ്റ്റ് ഡെക്കേഡ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഡെക്കേഡിൽ പല രീതിയിലും തിരിച്ചടി വന്നിട്ട് അതിനകത്ത് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത് ഡിഫൻസ് റിലേറ്റഡ് ആണ്. അതിന്റെ ഏറ്റവും ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നിർത്താം. ബഹുമാനപ്പെട്ട അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ശ്രീ AK ആന്റണി ഫ്ലോർ ഓഫ് ദി ഹൗസിൽ പറഞ്ഞത് എന്തുകൊണ്ട് നമ്മൾ ബോർഡേഴ്സിൽ നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞത് അത് ഞങ്ങളുടെ ഒരു പോളിസി ഡിസിഷൻ ആണ്. അതായത് ഞങ്ങൾ റോഡ് പണിയാണെങ്കിൽ അത് ചൈനീസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ റോഡ് പണിയാത്തതെന്ന് ഫ്ലോർ ഓഫ് ദി ഹൗസിൽ ശ്രീ AK ആന്റണി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ നിന്ന് ഇന്ന് നമ്മൾ റോഡ് മാത്രമല്ല അവിടെ ബങ്കേഴ്സ് പണിയുന്നുണ്ട്, അവിടെ ഷെൽട്ടേഴ്സ് പണിയുന്നുണ്ട്, ഹെലിപാഡ് പണിയുന്നുണ്ട്, നമുക്ക് മൊബൈൽ ടവേഴ്സ് വന്നിട്ടുണ്ട്, പീരങ്കി ടാങ്ക്സ് ഇതെല്ലാം അവിടെ ചെന്നു. അപ്പൊ അതാണ് ആ പോളിസി ഷിഫ്റ്റിന്റെ വ്യത്യാസം. ഒരു സമയത്ത് നമ്മൾ റോഡ് പണിയാൻ ഭയക്കുമായിരുന്നു. ഇന്ന് നമ്മൾ റോഡ് മാത്രമല്ല നമ്മൾ എയർഫീൽഡും ഹെലിപാഡും എല്ലാം ആ ഏരിയയിലേക്ക് ചെയ്യുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി അതെനിക്ക് തോന്നുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വെള്ളം ചേർത്ത് സംസാരിക്കുന്നത് ഇതെല്ലാം ഫാക്ട്സ് ഓൺ ഗ്രൗണ്ട് എന്നാണ് ഞാനിപ്പം പറഞ്ഞിട്ടുള്ളത്. റൈറ്റ്. ഇനി അതിനോടൊപ്പം ഇല്ലാതിരുന്ന ഒന്നുകൂടി ഇന്നുണ്ട്. ഒരുപാട് സൈനിക ഓഫീസർമാരെ സംസാരിക്കാൻ കഴിഞ്ഞു, ഒരുപാട് പേര്. അതിലൊരാൾ പങ്കുവച്ചൊരു വേദനയെന്ന് പറയുന്നത് കേരളത്തിൽ അർഹിക്കുന്ന അംഗീകാരമോ ബഹുമാനമോ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും അപമാനിക്കപ്പെടുന്നു എന്ന്, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലും പിന്നെ ഈ രാഷ്ട്രീയവും ഇൻ്റലക്റ്റും ഒക്കെ കണ്ടുപിടിച്ച ചില വിദഗ്ധന്മാരുടെ ഇടയിലുമൊക്കെ സൈന്യത്തെ അപഹസിക്കുക എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. നമുക്ക് ഈ ഭൂപടം ഒന്നെടുത്ത് തിരിച്ചു വയ്ക്കാം. പാകിസ്ഥാൻ്റെ അടുത്തേക്ക് നമുക്ക് കേരളത്തെ കൊണ്ടൊരു 2-3 മാസം സ്ഥാപിച്ചു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. അങ്ങ് താഴെ തട്ടിലിരുന്ന് ഈ മഞ്ഞുമലയിലും മണലാരണ്യത്തിലും ഈ പർവ്വതത്തിലും എന്നോ വരുന്ന അവലാഞ്ചിൻ്റെ ഭീഷണിയിലുമൊക്കെ കയറിയിറങ്ങി സൈനികൻ ജീവൻ പണയം വെച്ചിട്ട് നിങ്ങൾക്ക് തരുന്ന സുരക്ഷിത ബോധം കൊണ്ട് അതിൻ്റെ കരുത്തിലിരുന്നിട്ടാണ് നിങ്ങൾ തിണ്ണമെടുക്ക് കാട്ടുന്നതെന്ന് അവർക്കിപ്പോൾ ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഈ അക്വിസിഷൻ, ഈ എക്വിപ്മെൻറ്റ്, ഈ ടെക്നോളജിക്കൊക്കെ പുറമേ മറ്റൊരു വലിയ സാധനം കൊടുത്തിട്ടുണ്ട്. മോറൽ കറേജ്, മൊറാൽ. അടിച്ചാൽ തിരിച്ചടിക്കട എന്ന് പറയുന്ന ജയ്ഹിന്ദ് എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്ന സൈനികന് കൊടുക്കുന്നൊരു ഊർജമുണ്ടല്ലോ, ആത്മവിശ്വാസമുണ്ടല്ലോ, ആത്മധൈര്യം, അതുകൂടിയുണ്ട്. അതും ഒരു മാറ്റമാണ്. ജനങ്ങയിലേക്ക് വരാം. ജോസഫ് സാർ, ഇവിടെ US-നെ കുറിച്ച് റോണി സാർ ഒരു കാര്യം പറഞ്ഞു. US ഒരു കൈ കൊണ്ട് ഭാരതത്തെ തലോടുന്നു, മറുകൈ കൊണ്ട് പാകിസ്ഥാനെ തലോടുന്നു. US നമ്മളെ ഇങ്ങനെ ഏറ്റെടുത്ത് നമ്മളെ തീറ്റിപ്പോറ്റി നമുക്ക് ആയുധങ്ങൾ തന്ന് നമ്മളെ അങ്ങ് കൊണ്ടുപോകുമെന്നുള്ള മിഥ്യാധാരണയൊന്നും ഈ സർക്കാരിനില്ല. US എന്ന് പറഞ്ഞാൽ പേടിക്കുമെന്ന് അങ്ങ് കരുതണ്ട. അത് വ്യക്തമായ ഭാഷയിൽ ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയവും പ്രധാനമന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, US കണ്ണുരുട്ടിയപ്പോൾ ഭാരതം വി ഡിഡ് നോട്ട് ഫ്ലിഞ്ച്. US വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി പല ഡീലുകളുമായിട്ടും. പിന്നെ US-ന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജോലി ചെയ്യുന്നത് ഭാരതത്തിന് വേണ്ടിയിട്ടല്ല സർ. അദ്ദേഹം അവിടെ ബാധിച്ച് ജയിച്ചത് അദ്ദേഹത്തെ അമേരിക്കയെ പിന്നെയും ഗ്രേറ്റ് ആക്കാന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പണി ചെയ്യട്ടെ. പക്ഷേ അത് അവിടെ മുട്ടുമടക്കി പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന, അവിടെ കണ്ണുരുട്ടുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരു ഭരണകൂടമല്ല നിലവിലുള്ളത്.